عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട അബൂ റാഷിദ് തന്നെ മൈക്കിലേക്ക് വരണം. ഞാൻ വെറും 2 DM-കൾ മാത്രം ഉണ്ട്. അതിലൊന്നിന് ഇപ്പോൾ തന്നെ മറുപടി പറയൽ കുറച്ച് അത്യാവശ്യമായാണ് എന്ന് തോന്നിയത് കാരണം മൈക്കെടുത്തതാണ്. ഇപ്പോൾ ഒരാൾ നേരത്തെ PM ചെയ്ത് അദ്ദേഹത്തിന് PM-ലൂടെ ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വേണ്ടത്ര വിശദീകരണം നൽകാൻ പറ്റിയിട്ടില്ല. PM-ലൂടെ പറ്റാത്ത കാരണം മൈക്കെടുത്തതാണ്. ഉസ്താദെ, എന്റെ സ്നേഹിതൻ മക്കയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, അവന്റെ ആരോ ഇന്ന് ജംറയിൽ രാവിലെ 3ാമത്തെ ഏറ് എറിഞ്ഞു പോന്നതിന് ശേഷം പലരും പറഞ്ഞു നിങ്ങളുടെ ഏറ് ശരിയായിട്ടില്ല, അസറിന് ശേഷമാണ് എറിയേണ്ടത് എന്ന്. അതിന്റെ ഹുക്മ എന്താണ് എന്നാണ് ഇപ്പോ ഒരു ചോദ്യം. 3ാമത്തെ ഏറ് എന്നുള്ളതിന്റെ ഉദ്ദേശം ഇപ്പൊ എന്തായിരിക്കും? അത് ജംറത്തുൽ അഖബ ആദ്യം എറിഞ്ഞല്ലോ, അതും കൂട്ടിയുള്ള 3ാമത്തെ ആയിരിക്കും. അതായിരിക്കാം ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയ്യാമുത്ത ശയ്യത്തിന്റെ 3ാമത്തെ ദിവസം നാളെയല്ലോ, ആ ഏറ് ഇന്ന് തന്നെ എറിഞ്ഞ് അതാവൂല ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഏകദേശം അയ്യാമുത്തശി പിന്നെ മിനിഞ്ഞാന്ന് ഇപ്പൊ ജംറത്തുൽ അഖബ എറിഞ്ഞു, പിന്നെ ഇന്നലെ 1ാമത്തെ ഏറ്. അയ്യാമുത്ത ശയ്യത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നലെയാണ്, ഇന്ന് 2ാമത്തെ ദിവസം, നാളെ 3ാമത്തെ ദിവസമാണ്. അപ്പൊ നാളെ എറിയേണ്ടുന്ന ഏറാണ് ഇന്ന് രാവിലെ എറിഞ്ഞിക്കണമെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞാൽ ആ ഏറ് സഹിയാണെന്നല്ലേ പറഞ്ഞത്. ഇന്ന് ഏറിന്റെ അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിലെ ഏറിന്റെ സമയം കടക്കുക ഉച്ചയോട് കൂടിയാണ്, ളുഹറോട് കൂടിയാണ് ഏറിന്റെ സമയം കടക്കുക. അത് മഗ്രിബ് വരെയാണ് ഇതിന്റെ സമയം എന്നാണ് ഒരഭിപ്രായം, പ്രബലമായ അഭിപ്രായം. അങ്ങനെയാണ് പിന്നെ അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിലെ ഏറിന്റെ സമയം ആ ദിവസങ്ങളിലെ ളുഹർ മുതൽ മഗ്രിബ് വരെ. മഗ്രിബായാൽ അതിന്റെ സമയം പിന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ നമ്മുടെ മദ്ഹബിൽ തന്നെ അഭിപ്രായമുണ്ട്, രാത്രിയും എറിയാമെന്ന്. ളുഹർ മുതൽ പിറ്റേ ദിവസം സുബ്ഹി വരെയാണ് എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന പല ആളുകളും സ്വീകരിക്കാറ്. ആ അഭിപ്രായമാണ് ഷാഫി മദ്ഹബിന്റെ തന്നെ പ്രബലമല്ലെങ്കിലും ഉള്ള ഒരു അഭിപ്രായമാണ്. അപ്പോ കാരണം ഈ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, ളുഹർ മുതൽ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ആ തിരക്കിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി എന്നാൽ ഏറ് സഹിയാവുമാണല്ലോ, ആ മറുമേലാടെ പറ്റുന്ന വീഴുമാണല്ലോ ഏറ്. അപ്പൊ അതിനൊക്കെ വേണ്ടി ഏറ് സഹിയാവാൻ വേണ്ടി പ്രധാനപ്പെട്ട സമയം അല്ലാത്ത പിന്നെ ആ സമയത്തേക്ക് ഏറ് പിന്തിക്കാറുണ്ട്. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് എന്ത് ചെയ്തു? രാത്രി എറിയാന്ന മഗ്രിബിന് ശേഷം സുബ്ഹി വരേക്കും എറിയാം. ഏതായാലും ശരി, ഏറിന്റെ സമയം കിടക്കണമെങ്കിൽ ളുഹറാവണം. ളുഹറിന്റെ മുമ്പ് ഒരാൾ എറിഞ്ഞു നിൽക്കുക. ഇന്നത്തെ ഏറെ ഒരാൾ എന്ത് ചെയ്യാം? ഇന്ന് ളുഹറിന് മുമ്പ് എറിയാണ്, എന്നാൽ സഹിയാവുകയില്ല. എന്നാൽ ഇന്നത്തെ ഏറെ ളുഹറിന് ശേഷം എറിഞ്ഞു, മഗ്രിബിന് ശേഷം എറിഞ്ഞു നിൽക്കുക, എന്നാൽ സഹിയാകും. കാരണം ആ മറ്റേ 2ാമത്തെ അഭിപ്രായം അനുസരിച്ച്. അതുകൊണ്ട് ആ സഹോദരൻ ഇന്നത്തെ ഏറുണ്ടല്ലോ, ഇന്നിപ്പോ അയ്യാമത്തെ ശീഖന്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഏറ് ളുഹറിന്റെ ശേഷം എറിഞ്ഞു, ഇന്ന് ളുഹറിന്റെ ശേഷം എറിഞ്ഞു. എന്നിട്ട് ഇന്ന് മഗ്രിബിന്റെ മുമ്പായിട്ട് മിന വിടുകയാണ് നിൽക്കുക. ഇന്ന് മഗ്രിബിന്റെ മുമ്പായിട്ട് മിന വിടുകയാണ്. എന്നാൽ പിന്നെ അവന് നാളത്തെ ഏറ് നിർബന്ധമില്ല, ഇന്ന് രാത്രി രാപ്പാർക്കലും നിർബന്ധമില്ല. ഇന്ന് രാത്രി മിനയിൽ രാപ്പാർക്കലും നിർബന്ധമില്ല, നാളത്തെ ഏറും നിർബന്ധമില്ല. പക്ഷെ എന്ത് വേണം? മഗ്രിബിന്റെ മുമ്പായിട്ട് മിന വിടണം, മിനയുടെ അതിർത്തി വിട്ട് കിടക്കണം അവൻ. നേരെ മറിച്ച് മഗ്രിബിന്റെ മുമ്പായിട്ട് മിന വിടുന്നില്ല നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി രാപ്പാർക്കൽ നിർബന്ധമാണ്. ഇന്ന് രാത്രി രാപ്പാർത്താൽ പിന്നെ നാളത്തെ ഏറും നിർബന്ധമാണ്. നാളത്തെ ഏറാന്റെ സമയം കിടക്കണമെങ്കിലോ നാളെ ളുഹറാവുകയും വേണം. അപ്പൊ ഇന്ന് മഗ്രിബിന്റെ മുമ്പായിട്ട് മിന വിടുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി രാപ്പാർക്കുകയും നാളെ ളുഹറിന്റെ ശേഷം നാളത്തെ ഏറ് എറിയുകയും ചെയ്തതിനു ശേഷമേ പിന്നെ മിന വിടാൻ പറ്റുകയുള്ളൂ. എന്നാലും എന്റെ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ. പിന്നെ അഥവാ ഇന്ന് ഒരാളെന്ത് ചെയ്തു? ഇന്ന് എറിഞ്ഞില്ല നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് രാവിലെ തന്നെ എറിഞ്ഞിട്ട് 3ാമത്തെ ഏറാം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്നത്തെ ഏറാണേ. ആ ജംറത്തുൽ അഖബന്റെ ആ ഏറുണ്ടല്ലോ ദുൽഹജ്ജ് 10-ന്, അത് മുമ്പ് 1ാമത്തെ ഏറ് കൂട്ടിയിട്ട് ഇന്നലത്തെ ഏറ് 2ാമത്തേതായി കൂട്ടി, ഇന്ന് 3ാമത്തെ ഏറായിട്ട് കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടിയതാണ്. അങ്ങനെ ളുഹറിന് മുമ്പായിട്ട് അദ്ദേഹം എറിയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ മിന വിട്ടു നിൽക്കുക. എന്നാ ഒന്ന് എന്ത് ചെയ്യണം? എന്നാ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനൊന്നുമില്ല, വേഗം മിനയിലേക്ക് തന്നെ മടങ്ങുക. ഇന്ന് രാത്രി മിനയിലേക്ക് തന്നെ മടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? മിനയെ രാപ്പാർക്കുക. എന്നിട്ട് ഇന്ന് രാവിലെ എറിയേണ്ടത് പിന്നെ ളുഹറിന് ശേഷം എറിയേണ്ട ആ ഏറുണ്ടല്ലോ, അതിപ്പം രാത്രി എറിഞ്ഞാൽ മതി. ഇനി ഒരാള്
ഇന്ന് രാത്രി പിന്നെ മിന്നേല് രാപ്പാർത്ത് പക്ഷെ ഇന്ന് എറിഞ്ഞില്ല നിൽക്കുക. എന്നിട്ട് നാളെ എറിഞ്ഞു അവൻ. നാളെ പിന്നെ നാളത്തെ എറിയാൻ അങ്ങോട്ട് പോകുമല്ലോ. അപ്പൊ എന്ത് ചെയ്തു? നാളെ ഈ ഇന്നത്തെ എറും കൂടി എറിഞ്ഞു നിൽക്കുക. എന്നാലും സഹിയാകുന്നതാണ്. എന്നാലും അവിടെ ഫിദിയ കൊടുക്കൊന്നും വേണ്ട, എന്നാലും സഹിയാകും. അപ്പൊ ആദ്യം ഇന്നത്തെ എറിയ ജംറത്തുൽ ഊലയിലും ഉസ്തയിലും അഖബയിലും, അത് കഴിഞ്ഞ ശേഷം പിന്നെ നാളത്തെ എറിയ. അങ്ങനെ എറിഞ്ഞാൽ പിന്നെ അവനവിടെ വേറെ ഫിദിയ കൊടുക്കേണ്ട ഒന്നില്ല. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു 6:12 ഇശാക്ക് 6:12 ഇശ്റാഖ് എന്ന് ക്ലോക്കിൽ കാണാം. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് എന്താണ് വെക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തിന് പിഎമ്മിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഈ തഖദീമിലൊക്കെ ഉണ്ടാവും, ഇവിടെ യുഎയിലൊക്കെ ഉള്ള പിന്നെ കലണ്ടറിലൊക്കെ ഔഖാഫിന്റെ കലണ്ടറിൽ കാണാം ഏത് സുബഹിന്റെ സമയം, പിന്നെ ഇഷ്റാഖിന്റെ സമയം. ഇഷ്റാഖ് ഷുറൂഖ് എന്നുണ്ടാവില്ല, ഷുറൂഖ് ഉണ്ടാവും. അത് വെയിലുദിക്കുന്ന സമയത്തിനാണ് ഷുറൂഖ് കാണുന്നതിലാണ്. അപ്പൊ ആ സമയത്ത് നമസ്കാരം ആ സമയത്ത് നിസ്കരിക്കരുതാണ്. പിന്നെ ദുഹാ നിസ്കരിക്കണേ എന്ത് വേണം? ദുഹാ നിസ്കാരത്തിന് സമയം കടക്കണമെങ്കിൽ ആ ഷുറൂഖ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയരണം. അതായത് ഒരു കുന്തത്തിന്റെ കതിർന്ന കതിർ റുംഹിന്ന, അതായത് ഒരു കുന്തത്തിന്റെ കതിറാണ് ഒരു 7 മുഴം. അപ്പോ ആ സമയം ഷുറൂഖ് എന്ന് കലണ്ടറിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയം സൂര്യൻ ഉദിക്കുന്ന ആ സമയത്തിനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റാണ് സാധാരണ കണക്കാക്കാറുള്ളത്. 7 മുഴം ഉയരാൻ വേണ്ടി സാധാരണ നമ്മുടെ ഉലമാക്കളൊക്കെ കണക്കായിട്ടുള്ളത് 20 മിനിറ്റാണ്. അപ്പൊ ആ ഷുറൂഖ് എന്ന് എഴുതിയിട്ടുള്ള ആ സമയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹ നിസ്കരിക്കാവുന്നതാണ് എന്ന്. ളുഹ ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്ത്. അപ്പൊ ളുഹ നിസ്കാരം സുന്നത്താക്കപ്പെട്ട ളുഹ നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കുക. 2 നിസ്കരിക്കുക, 4 നിസ്കരിക്കുക, 6 നിസ്കരിക്കുക, 8 റക്അത്ത് വരെയൊക്കെ നിസ്കരിക്കാവുന്നതാണ്. ഇനി അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഷുറൂഖ് നേടിയ ആ സമയത്ത് വേഗം വാതിലടക്കും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല, 20 മിനിറ്റ് കാത്തിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം എനിക്ക് പിഎം ചെയ്തുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കാൻ അത് ഏത് ഇഷ്റാഖ് നിസ്കാരം. ഇഷ്റാഖ് നിസ്കാരവും ളുഹാ നിസ്കാരം ഒന്ന് തന്നെയാണെന്നാണ് ഉലമാക്കളിൽ ബഹുഭൂരിഭാഗത്തിന്റെയും അഭിപ്രായവും പ്രബലമായ അഭിപ്രായവും തന്നെയാണ്. ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ ളുഹാ നിസ്കാരം തന്നെയാണ്, ളുഹാ എന്ന് പറഞ്ഞാൽ ഇഷ്റാഖ് തന്നെയാണ് എന്ന്. പക്ഷെ ഗസാലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം അതല്ല. ഗസാലി ഇമാമിന്റെ അഭിപ്രായം ഇഷ്റാഖ് വേറെയാണ്, ളുഹ വേറെയാണ്. ആ അഭിപ്രായം അനുസരിച്ച് ഇഷ്റാഖിന് 2 റക്അത്താണ് ഇഷ്റാഖ്. ഗസാലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം അനുസരിച്ച് ളുഹാ നിസ്കാരം അല്ല ഇഷ്റാഖ് വേറെയാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഇഷ്റാഖിന്റെ റക്അത്തിന്റെ എണ്ണം 2 റക്അത്താണ്. അത് ഇൻദൽ ഇർതിഫാഇന, സൂര്യൻ ഉദിച്ച് ഒരു 7 മുഴം അങ്ങനെ ഉയരുമല്ലോ. 7 മുഴം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ളുഹയായി. ആ 7 മുഴം ഉയരുന്ന ആ അവസരത്തിലുള്ള അതാണ് പിന്നെ ഇഷ്റാഖിന്റെ സമയം. അപ്പൊ സൂര്യൻ ഉദിച്ചിട്ട് ഇങ്ങനെ ഉയരായിരിക്കും അല്ലെ, ആ സമയത്ത് ആണ് ഇഷ്റാഖിന്റെ സമയം. അത് 2 റക്അത്താണ്. അപ്പൊ ആ നിയ്യത്തോടു കൂടി നിസ്കരിക്കാവുന്നതാണ്. ആ സമയത്ത് ഇഷ്റാഖിന്റെ സുന്നത്താക്കപ്പെട്ട ഇഷ്റാഖ് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ആ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ പോകുന്നു? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബിസ്മില്ലാ. ഉളുഹിയത്തിന്റെ ഇറച്ചി കൊണ്ട് വെച്ച കറി ഇന്ന് കൂടെ ഫുഡ് കഴിക്കുന്ന മുസ്ലിമിന്, എന്റെ കൂടെ ഫുഡ് കഴിക്കുന്ന മുസ്ലിം കൊടുക്കാൻ അനുമതി അല്ലാന്ന പറ്റൂല. ഉളുഹിയത്തിന്റെ ഇറച്ചിയൊന്നും മുസ്ലിങ്ങൾക്ക് ഇന്നിപ്പോ എന്തെങ്കിലും വാട്സാപ്പിലോ ആരോ ഒക്കെ കണ്ടമായി തോന്നുന്നുണ്ട്. ആരൊക്കെ എന്തോ ചെയ്ത് നിങ്ങൾക്ക് എവിടെ സ്ഥലത്ത് വായിച്ചമായി തോന്നുന്നു. ഞാൻ വാട്സാപ്പ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്കൊരു എനിക്കൊരാൾ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഐഡി പിന്നൊക്കെ അത് പിന്നെ ആകെ അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇന്നിപ്പോ വീണ്ടും ഒരാൾ ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വായിച്ചതാണ്. അപ്പൊ അതിൽ വായിച്ചപ്പോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഉളുഹിയത്തിന്റെ ഒരു മുസ്ലിമിന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ. ആ ഉളുഹിയത്ത് ശറഅക്കാനായി മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയ ഇബാദത്താണ് ഉളുഹിയത്ത് പറഞ്ഞാല്. അത് മുസ്ലിങ്ങളുടെ കാര്യങ്ങള് എല്ലാ കാര്യത്തിലും എല്ലാവരും കൂടി പങ്കെടുപ്പിക്കാൻ പറ്റുമല്ലോ? അത് പറ്റൂല്ലോ. ആ മുസ്ലിങ്ങൾക്ക് സദഖ ചെയ്താൽ കൂലിയുണ്ട്, ഭക്ഷണം കൂലി കിട്ടും. അവർക്ക് ഭക്ഷണം കൊടുത്താൽ അയൽവാസികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ അവർക്ക് ഇറച്ചി കൊടുക്കണം. ഉളുഹിയത്തിന്റെ ഇറച്ചി ആവരുത് അല്ലേ? അങ്ങനെ വേണ്ടതേ. ഉളുഹിയത്തിന്റെ ഇറച്ചി കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വേറെയാണ്. അത് മുസ്ലിങ്ങൾക്ക്
പിന്നെ ഒരു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു ശറഅക്കിയ ഒരു ഇബാദത്താണത്. ആ ഇബാദത്തിന് പല നിബന്ധനകളൊക്കെ ഉണ്ട്. അത് ഇന്നവർക്ക് കൊടുക്കണം എന്നൊക്കെ നേർച്ചയാക്കിയിട്ട് നമുക്ക് തന്നെ എടുക്കാൻ പറ്റുമല്ലോ. ആ മുസ്ലിങ്ങൾക്ക് പോട്ടെ, നേർച്ചയാക്കപ്പെട്ട ഉദഹിയത്താണ് നമുക്ക് തന്നെ ഞാൻ നേർച്ചയാക്കി നിൽക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ചിലവർ കൊടുക്കാൻ നിർബന്ധമായ എന്റെ ഭാര്യ മക്കൾ പോലത്തവർക്കും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താണ് ചില നിബന്ധനകളുടെ അത് ഫഖീർ മിസ്കിന്മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നേർച്ചയാക്കിയാൽ. നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് എടുക്കാം. അതുപോലെ തന്നെ ധനാഢ്യരായ ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നിബന്ധന വേറെയാണ്. ഏതായാലും ശരി, അതിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അമുസ്ലിങ്ങൾക്ക് ഉലഹ്യത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പാടില്ല എന്ന്. അതേസമയത്ത് അവർക്ക് വേറെ ഇറച്ചി കൊടുക്കുക. നമ്മൾ വേറെ കുറച്ച് പിന്നെ ഇറച്ചി വാങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ, വേറെ കുറച്ച് ഇറച്ചി വാങ്ങുക. അതല്ലെങ്കിൽ ഇനി ആട് അല്ലാത്ത മൃഗങ്ങളെയാണ് ഉലഹ്യത്ത് ഇറക്കി നിൽക്കുക. ആടല്ലാത്ത അപ്പൊ 7 ഓഹരി അതിൽ കൂടാലോ. അതിൽപ്പെട്ട ഓരോ ഓഹരി എന്ത് ചെയ്യുക, ഉലഹ്യത്ത് അല്ലാത്തതായിട്ട് കരുതുക. 6 ഓഹരി ഒരു മൃഗത്തിന്റെ 6 ഓഹരി ഉലഹ്യത്തും 1 ഓഹരി ഉലഹ്യത്ത് അല്ലാത്ത ഇറച്ചിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് കരുതുക. അപ്പൊ അതിന്റെ 7-1 ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് നീക്കി വെക്കാം. അത് ആ 7-1 ഭാഗം ഉലഹ്യത്തല്ല. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം. ഉലഹ്യത്ത് അതിൽ നിന്ന് പറ്റൂല അല്ലേ, അങ്ങനെ പറ്റുമല്ലോ അല്ലേ, അങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ. ആടാകുമ്പോ പറ്റില്ല. ആടാകുമ്പോ ഒരാടിന് പിന്നെ അതിൽ വേറെ ഷെയർ ഉണ്ടാകാൻ പാടില്ല. ആടല്ലാത്ത മാടാണെങ്കിൽ പിന്നെ ഒട്ടകം, അതുപോലെ തന്നെ പോത്ത്, മൂരി ഒക്കെ ആണെങ്കിൽ, പശു, ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആണെങ്കിൽ അതിൽ 7 ഓഹരി വരേക്കും അതിൽ ചേരാവുന്നതാണ്. അപ്പൊ അതിൽ വളരെ അയൽവാസികളായ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കാൻ ഞാനാണെങ്കിലോ ഒരു വിഷമമാണ് നിൽക്കുക അല്ലെ, വേറെ ഇറച്ചൊക്കെ വാങ്ങിക്കൊണ്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിന്റെ 6 ഓഹരി ഉദഹിത്താക്കുകയും 1 ഓഹരി മറ്റ് ഇറച്ചിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ഓഹരി എടുത്തേക്കാം. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ വേറെ ഒക്കെ കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലേ? ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിലുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു ഇത് സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഇത് മൂലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ നമ്മയൊക്കെപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ദായ ഫദ്ൽ കൊണ്ട് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മിനാദുരന്തത്തിലും മറ്റും ഒക്കെ മരണപ്പെട്ടു പോയ അവരൊക്കെ ഭാഗ്യവാന്മാരാണ് അല്ലെ. അവരൊക്കെ ഹജ്ജ് എന്ന് പറയുന്ന പുണ്യമായ ഒരു അമല്, ആ അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിക്കുക അല്ലെ. അറഫയിലൊക്കെ പോയി നിന്ന് ദോഷങ്ങളൊക്കെ പുറത്ത് വളരെ പരിശുദ്ധരായ രീതിയിൽ ഹജ്ജിന്റെ അമല് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു തആലക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ടേ മരിക്കുക. അത്യപറ്റസ്ഥാന്റെ ദുആയിലുള്ള പെട്ട ദുആയാണ്, പടച്ചോൻ നിനക്ക് തൃപ്തിപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കാൻ മരിപ്പിക്കണേ എന്ന്. പടച്ചോൻക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കാൻ മരിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് മുമ്പ് മറ്റേത് പൊട്ടി വീണല്ലോ, എന്താ പറയാ, മുഅ്മിനൊക്കെ മരിച്ചല്ലോ അല്ലെ. എന്താ അതൊക്കെ ഷഹാദത്ത്, അങ്ങനത്തെ ദുരന്ത മരണം, അതെ ക്രൈന് പൊട്ടി വീണ ദുരന്ത മരണം, അതിന് ഷഹാദത്തിന്റെ പ്രതിഫലമാണ്. ഉഖ്റവിയായ ശുഹദാക്കന്മാരിൽപ്പെട്ടതാണ് റാഫിയ പൊട്ടി വീണപ്പോ. അപ്പോ ഈ പിന്നെ ശുഹദാക്കന്മാരുടെ പ്രതിഫലമാണ്. അത് പുണ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഹജ്ജിന്റെ അമലുകളിൽ മുഴുകിക്കൊണ്ടിരിക്കെ ഷഹാദത്തിന്റെ പദവി നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുക. അതാണ് ഇപ്പൊ അവിടെയൊക്കെ വല്ലാത്തൊരു ഭാഗ്യാണല്ലേ. ഷഹാദത്തിന്റെ പദവി നൽകിക്കൊണ്ട് അള്ളാഹു തആല ആദരിക്കുന്നു. അതുപോലെ അത് തന്നെ ഹജ്ജിന്റെ അമലുകളൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ പുറത്തതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒക്കെ പൂർണ്ണമായ പ്രതിഫലം അവർക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അവരുടെ കുടുംബമിത്രാദികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 ദിവസം പ്രായമായ എന്റെ മകന്റെ മുഹമ്മദ് ഹംദാൻ എന്ന കുട്ടി ശ്വാസതടസ്സം കാരണം ഐസിയുലാണ്. സുഖം ദുആ ചെയ്യണം. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ മറ്റു അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യുകയും സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് അള്ളാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവന്റെ അമ്നിലായിക്കൊണ്ട് ആ കുട്ടിയെ വളർത്തുകയും ആ കുട്ടിയെ അള്ളാഹു ഉന്നതനാക്കുകയും ചെയ്യട്ടെ.
ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഹിന്ദുക്കൾക്ക് ഓഹരി കൊടുക്കാൻ വേണ്ടി അഖീഖത്ത് കാളയെ 7 ഓഹരിയിൽ 6 ഓഹരി നിയ്യത്തും 1 ഓഹരി മാംസം വെക്കാൻ അതും പറ്റും. അഖീഖത്തും പറ്റും. അഖീഖത്തിന് ഇതിലൊക്കെ ആട് അല്ലാത്ത മൃഗങ്ങളാണ് അഖീഖത്ത് അറുക്കുന്നത്, ഉദ്ഹിയത്ത് അറുക്കുന്നതെങ്കിൽ അത് പിന്നെ ഓരോ ഓഹരിയും വേറെ വേറെ വിഷയത്തിനാക്കാം. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ഓരോ ഓഹരി എന്ത് ചെയ്യുക, ഉദ്ഹിയത്താക്കുക, ഓരോ ഓരി അഖീഖത്താക്കുക. ഓരോ ഓരി ഇപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഫാറത്ത് അല്ലേ ഉണ്ടല്ലോ, പ്രായശ്ചിത്തകമായിട്ടുള്ള അതിനൊക്കെ അറിവ് പറഞ്ഞ അങ്ങനെ ആക്കാം, അങ്ങനെ വലുതാക്കാം. ഓരോ ഓഹരിയാണെങ്കിലോ ഓരോ ഓഹരി ഇതൊന്നും അല്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അങ്ങനെയാക്കാം. അപ്പൊ അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഉളഹിയത്തായ മാംസം ഉണ്ടല്ലോ അതിൽ നിന്ന്, അതുപോലെ തന്നെ അഖീഖത്തായ മാംസം ഉണ്ടല്ലോ അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ഖബറടക്കുമ്പോൾ അതിന്റെ മുമ്പായിട്ട് ഒരു കാര്യം പറയാനാണ്. ഒരു ഖബർ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഓർമ്മ വന്നിട്ട് ഒരു പ്രചരണം ഉണ്ടല്ലേ, സമസ്തയുടെ പ്രസിഡന്റ് ഒരു ഖബറിൽ ഇരുന്നിട്ട് പോകുന്ന അല്ലേ, അത് പച്ച കള്ളാണ്ടോ ആരൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ പ്രചരിപ്പിക്കാമെന്ന് അറിയില്ല. എന്നോട് ചില ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അത് കള്ളമാണ്, അത് ആര് പ്രചരിപ്പിച്ചാന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവമില്ല. സമസ്തന്റെ പ്രസിഡന്റ് കുറെ മുമ്പ് തന്നെ ഖബർ കളിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ്, ഇല്ലെങ്കിൽ കുറെ മുമ്പ് ഖബർ കളിച്ചിട്ട് അവിടെ ഇടിച്ചിട്ടുണ്ട്. അതിലും പിന്നെ മണൽ നിറച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തുറന്നു എടുക്കല്ല, അത് ആവശ്യം വരുന്ന സമയത്ത് ആ മണൽ നീക്കം ചെയ്താൽ അതിൽ മറവ് ചെയ്യാം, ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അതിലിങ്ങനെ ഇരുന്ന് ഓതുകയോ അങ്ങനത്തെ പണി ഉണ്ടായിട്ടില്ല. അത് ആരോ വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാണ്. അത് ഏത് വിഭാഗക്കാരാണ് ചെയ്തതെന്ന് അറിയില്ല. ഏതായാലും അത് ശരിയല്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഞാനത് ചില അങ്ങനെ പല ആളുകളും എന്നോട് വിളിച്ചു ചോദിക്കുകയോ ചെയ്തപ്പോ ആ വിഷയം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഇത് പബ്ലിക്കായിട്ടൊന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം. സുബ്ഹി സമയം അതോ ഖളാ സംശയം ആണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അതാ ആയതിനെ ഖളായിൽ നിന്ന് നിയ്യത്ത് വെച്ചു, പിന്നെ അതുകൊണ്ട് വിഷയമല്ല. അതായിലേക്കും ഖളായിലേക്കും ഒക്കെ പിന്നെ നിയ്യത്തിലെ അതാവും ഖളാ ഒക്കെ കരുതൽ സുന്നത്ത നിർബന്ധമല്ല. 3 കാര്യങ്ങളെ നിയ്യത്ത് നിർബന്ധമുള്ളൂ. ഒന്ന് പിന്നെ നിസ്കാരത്തിന്റെ തഅയ്യിൻ, ഇന്ന നിസ്കാരമാണ്. ഇപ്പൊ ളുഹറാണെങ്കിൽ ളുഹർ, അസ്റാണെങ്കിൽ അസ്ർ, അത് പിന്നെ ഫർളാണെങ്കിൽ ഫർള്, പിന്നെ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ഫർള്. അപ്പൊ ഉസല്ലി ഫർള ളുഹരി, ഇത് മാത്രമേ നിർബന്ധമുള്ളൂ. ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, നിസ്കാരത്തെ കരുതലായി അല്ലെ. ഫർള് ഫർളിനെ കരുതലായി. പിന്നെ ഇന്നത് എന്നുള്ള ളുഹർ, അതും ഇതായി. അപ്പൊ ആ 3 കാര്യം നിർബന്ധമുള്ളൂ. മറ്റുള്ളതൊക്കെ അദാ ഖളാ അതൊക്കെ അത് മനസ്സിൽ കരുതല്, അതുപോലെ തന്നെ റക്അത്തിന്റെ എണ്ണം, മുസ്തഖബിലെ ഇല ഖിബ്ലത്തി, അതൊക്കെ സുന്നത്താണ്, നിർബന്ധമുള്ള വിഷയമല്ല. പിന്നെ ഖബറടക്കുമ്പോൾ 2-3 മയ്യിത്തിനെ ഒന്നിച്ച് ഖബറടക്കുമ്പോൾ തുകളിയിൽ മറ ഉണ്ടായിരിക്കൽ നിർബന്ധമുണ്ടോ? അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ നിർബന്ധമല്ല. പിന്നെ അതെ, അത് നിർബന്ധമാണ്. ഏത് അന്യ സ്ത്രീയും പുരുഷനുമാണ്, അവരാണ് മറവ് ചെയ്യേണ്ടത്. എന്നാൽ ആ അന്യ സ്ത്രീന്റെയും പുരുഷന്റെയും ഖബർ ഒന്നിച്ച് ഒരു വിശാലമായ ഖബറാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാരെയാണ് മറവ് ചെയ്യുന്നതെങ്കിൽ ആ അന്യ സ്ത്രീന്റെയും അന്യ പുരുഷന്റെയും ഇടയിൽ മറവാണ്. അതല്ല എങ്കിൽ മറ നിർബന്ധം എന്നുള്ള വിഷയമല്ല. അഖീഖത്ത് അറുത്ത ആടിന്റെ മുഴുവൻ മാംസവും ഭക്ഷണമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? വിരോധമൊന്നുമില്ല. സുന്നത്ത് എന്ത്? അഖീഖത്ത് അറുത്ത ആടിന്റെ മുഴുവൻ മാംസവും ഭക്ഷണമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. ആർക്കൊന്നും കൊടുക്കാതെ മുഴുവൻ ഭക്ഷണമായി എടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. എന്ത് ഈ അഖീഖത്ത് അറുക്കുക? പക്ഷെ അതിൽ നിന്ന് ഏറ്റവും ഉത്തമം എന്താണ്? 3-1 ഓഹരിയേക്കാളും എടുത്ത് കൂടുതൽ ആവാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ബാക്കിയുള്ളവർക്ക് സദഖ ചെയ്യാൻ ഉത്തമം. ഇനി അതല്ല, അഖീഖത്ത് അറുത്ത മൃഗമാണ്, അതിന്റെ മാംസം മുഴുവൻ വേവിച്ച് നമ്മൾ മാത്രം കഴിച്ചു നിൽക്കുക, വേറെ ഒരു കുട്ടിക്കോ കൊടുക്കാതെ, ഒരു കുട്ടിക്കും വേറെ കൊടുത്തിട്ടില്ല, എന്നാലും അഖീഖത്ത് സഹിയാവുന്നതാണ്, വിരോധമില്ല.
എന്റെ ഒരു സുഹൃത്തിന് ചില പ്രയാസങ്ങൾ പ്രത്യേകം ഉണ്ട്, പ്രത്യേകം ദുആ ചെയ്യുമല്ലോ എന്ന് സമദ് ഫൈസി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിന്റെ പ്രയാസങ്ങളൊക്കെ അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജഹ ബർക്കത്ത് കൊണ്ടും അതൊക്കെ തീർത്തു കൊടുക്കട്ടെ. എല്ലാ വക പ്രയാസങ്ങളും തീർത്ത് അല്ലാഹു റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്വാസ് മാറാൻ എന്താ ചെയ്യേണ്ടത്? വസ്വാസ് മാറാൻ വേണ്ടത് നല്ല ഒരു നിങ്ങൾക്ക് നല്ലൊരു ചുള്ളൽ വഴി എടുത്തിട്ട് നല്ല പേര് തന്നെയല്ലേ ഒരാള്, ഒരു പേടിക്കുന്ന ഒരാള്, അയാളെന്താ ചെയ്യുമ്പോ അങ്ങോട്ടൊന്നും കാട്ടാൻ പറ്റൂല. അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പൂശുക, എന്നിട്ട് അതാണ്ട് മാറ്റുക. അതായിരിക്കും അതിന് ഏറ്റവും നന്നാവുക. അപ്പൊ ഏത് വിഷയത്തിലാണ് വസ്വാസ് എന്നുള്ളതാണ് ഉള്ള വിഷയം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹിന്റെ റസൂലാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലെ. ഓരോ ഇബാദത്ത് അള്ളാഹിന്റെ റസൂലാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു, ഉദാഹരണം പറയുകയാണെങ്കിൽ വുളു എടുക്കുമ്പോഴാണ് വസ്വാസ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം അവയവങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പിന്നെ ഒരു പ്രാവശ്യം മാത്രം അവയവങ്ങൾ കഴുകിയിട്ടുണ്ട് റസൂലുള്ള. ചിലപ്പോൾ 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം സമയത്തും റസൂലുള്ള 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 4 പ്രാവശ്യം കഴുകിയതായിട്ട് തെളിവില്ല. ഒരിക്കലെങ്കിലും റസൂലുള്ള ഒരു അവയവം 4 പ്രാവശ്യം കഴുകിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ദീന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂലാണല്ലോ. അപ്പൊ അതിന്റെ അപ്പുറം ഒരാള് ചിന്തിക്കുകയാണെങ്കിൽ അത് പൈശാചികമാണെന്ന് മനസ്സിലാക്കുക, ശൈത്താനിയത്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ എന്റെ റസൂലിനോടാണ് ഞാൻ പിൻപറ്റുന്നത്, ശൈത്താനോടല്ല, ഞാൻ റസൂലിനോടാണ് പിൻപറ്റുന്നത് എന്ന് മനസ്സിൽ കേട്ടാണ്ട് കണ്ട് പിന്നെ അമല് ചെയ്യന്നെ. അതന്നെ എന്റെ മാർഗം. പണ്ട് മറ്റേ നമ്മുടെ സലാം ഫൈസി ഒളവട്ടൂരിന്റെ പ്രസംഗം ഇതിൽ മൂപ്പര് പറഞ്ഞ ഈ വസ്വാസ് ശൈത്താനിയത്താളല്ലേ, അത് പിശാചിന്റെ അടുക്കൽ നിന്നാണല്ലോ. ചില ആളുകൾ ശൈത്താനെ നല്ലതായി തോന്നിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യമുള്ള കാര്യമാണ് ശൈത്താൻ നന്നായിട്ട് തോന്നിപ്പിക്കുക. അപ്പൊ പടച്ചോൻക്ക് ദേഷ്യമാണ് ഇപ്പൊ ആ കാര്യം. 3 പ്രാവശ്യം കഴിക്കണമെങ്കിൽ പറഞ്ഞ 4 പ്രാവശ്യം കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വസ്വാസൊക്കെ അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. അത് നല്ല കാര്യമാണെന്ന് ശൈത്താൻ തോന്നിപ്പിക്കുക അല്ലേ. അപ്പൊ ഒരിക്കലും ശൈത്താൻ അടിമപ്പെടരുത്, അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക. ഇനി ഒരാള് അങ്ങനെ തോന്നാൻ അത്ര മതി നിൽക്കന്നെ, അത്ര മതി, നീയത്ത് ശരിയാക്കണോ ഇല്ലേ എന്ന് മനസ്സിലേക്ക് വരികയാണെങ്കിൽ പോയി പണിയൊക്കാൻ പറയാം ശൈത്താനോട്. അത്ര ശരിയായ മതി എന്നാണ് അങ്ങനെ കുറെ ദിവസം തീരുമാനിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസം മാറിക്കോളും. വിശ്വാസം മാറാനുള്ള ഒരു മാർഗമാണ് നിയ്യത്തിന്റെ മുമ്പായിട്ട് നാവുകൊണ്ടും പറയാന്നുള്ളത്. ഒരു ഗഫലത്തില്ലാതിരിക്കാൻ ഉള്ളൊരു മാർഗമാണ് നിയ്യത്തിന്റെ മുമ്പായിട്ട് നാവുകൊണ്ട് പറയാം. ഞാൻ ഉളുവിന്റെ ഫർദിനെ ഞാൻ വീട്ടിൽ നിന്ന് നാവുകൊണ്ടെന്ന് പറഞ്ഞാല് ആ മുഖം കഴുകുന്ന സമയത്ത് പിന്നെ മനസ്സിൽ വരാൻ അത് ഏറ്റവും സഹായകമാകും. പിന്നെ മറ്റുള്ള മദ്ഹബുകളും മനസ്സിലാക്കും ചെയ്യും നമ്മള്. ഹംബലി മദ്ഹബ് അനുസരിച്ച് അമലിന്റെ അതിനുശേഷം നിയ്യത്ത് വെച്ചാലും മതിയെന്നാണ്. ഉദാഹരണം നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമേ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിൽ വേണം നിയ്യത്ത് വേണമെന്നാണ് ഷാഫി മദ്ഹബിലെ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്തായിരിക്കണം നിയ്യത്ത്. ആ അല്ലാഹു അക്ബർ എന്ന പറയുന്ന സമയത്തായിരിക്കണം മനസ്സിൽ കരുതേണ്ടത് ഷാഫി മദ്ഹബ് അനുസരിച്ച്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ചോ അതിന് മുമ്പെപ്പോഴും കരുതിയാൽ മതി. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്ത് കരുതൽ നിർബന്ധമേ ഇല്ല ഹനഫി മദ്ഹബ് അനുസരിച്ച്. പിന്നെയോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ അല്ലാഹു അക്ബർ പറയുന്നതിന്റെ മുമ്പ് കരുതിയാൽ മതി. അല്ലാഹു അക്ബർ പറഞ്ഞ സമയത്ത് കരുതേ വേണ്ട അല്ലേ. അപ്പൊ നമ്മള് ഉസല്ലി ഫർള് ളുഹ്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി ഒരാൾ അല്ലാഹു അക്ബർ പിന്നെ നാവുകൊണ്ട് പറയുന്ന സമയത്ത് ഒരാളെ മനസ്സിൽ വന്നില്ല നിൽക്കുക. അപ്പൊ കരുതുക അത് പ്രശ്നമില്ല, ഞാൻ മുമ്പ് നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് ഞാൻ നിയ്യത്ത് കരുതിയിട്ടുണ്ടല്ലോ. ഹനഫി മദ്ഹബിൻ അഭിപ്രായം അനുസരിച്ച് അത് സഹീഹ് ആണല്ലോ എന്ന് മനസ്സിലാക്കുക. ഇനി ഹംബലി മദ്ഹബ് അനുസരിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം നിയ്യത്ത് വെച്ചാലും മതിയെന്നാ. ഞാനൊക്കെ ഇതിന്റെ അടുക്കലൊക്കെ സ്വപ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ നിയ്യത്ത് വെച്ചാലേ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന് ശേഷം ഈ നിയ്യത്ത് ശരിയായിട്ടില്ലേ എന്നൊരു സംശയം അങ്ങനെ. അപ്പൊ ഞാൻ കരുതുക അപ്പാണ് കരുതുക. ഹംബലി മദ്ഹബ് അനുസരിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം മനസ്സിൽ കരുതിയാലും മതി. അപ്പൊ ഇമാം അബു അഹ്മദ് ഹംബലിന്റെ അഭിപ്രായം അനുസരിച്ച് ഇപ്പൊ നിയ്യത്ത് വെച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പൊ വസ്വാസ് മാറാനൊക്കെ പല വകുപ്പുണ്ട് എന്നർത്ഥം. അതേറ്റൊക്കെ നടക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, തസ്രീഹ് എടുക്കാതെ സൗദിയിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് പോവൽ അത് അനുവദനീയമാണോ? ഹജ്ജ് സഹീഹാകും.
ഹജ്ജ് സഹിയാകും. പിന്നെ മറ്റുള്ള കാര്യം പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. തസ്രീഹില്ലാതെ ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് ആണ്. ഒരു ഇസ്ലാമിക് ഗവൺമെന്റാണ്. ഇസ്ലാമിക് ഗവൺമെന്റിന്റെ പിന്നെ കൽപ്പനകളൊക്കെ സ്വീകരിക്കൽ, ഭരണാധികാരിയുടെ കൽപ്പന സ്വീകരിക്കൽ നിർബന്ധമാണ്. ഭരണാധികാരിയുടെ കൽപ്പന ധിക്കരിക്കൽ ഹറാമാണ്. എന്നാൽ ചില വിഷയങ്ങളിലൊക്കെ രാജ്യത്തിന് ഒരു ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ ഒരു കുത്തഴിഞ്ഞ സ്വഭാവം ഉണ്ടാകരുതല്ലോ, അങ്ങനൊക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പൊ അങ്ങനത്തത് അത് ധിക്കരിക്കലും വേറെ ധിക്കരിക്കലും ഒക്കെ ഒരുപോലെ ആവണമെന്നില്ല. അത് സംബന്ധമായ ഒരു ക്ലാസ് മുമ്പ് ഒരു ഭരണാധികാരിയുടെ ഏതെല്ലാം കൽപ്പനകളാണ് സ്വീകരിക്കൽ നിർബന്ധം, ഏതൊക്കെ കൽപ്പനകൾ സ്വീകരിക്കൽ നിർബന്ധമില്ല, അത് സംബന്ധമായ ഒരു വിശാലമായ ഒരു ക്ലാസ് ബഹുമാനപ്പെട്ട MT ദാരിമി മുമ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആയത്തിലുണ്ട് ഇവിടെ ഉണ്ടാ മുമ്പൊരു ക്ലാസ് സംബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്. അതൊന്ന് പ്ലേ ചെയ്താൽ മതി. ഒഴിവുണ്ടാകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ റൂമിൽ അതൊന്ന് പ്ലേ ചെയ്താൽ മതി. എന്നാൽ കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒക്കെ ഉണ്ടാവും. ഏതായാലും ഹജ്ജ് സഹിയാകും. പക്ഷെ ഭരണാധികാരിയെ ധിക്കരിക്കുക എന്നുള്ളത് പിന്നെ അത് ചിലപ്പോഴൊക്കെ അത് ഹറാമാവുകയും ചെയ്യും. അത്രേ പറയാൻ പറ്റുള്ളൂ. ഭരണാധികാരിയെ ധിക്കരിക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഹറാമാവുകയും ചെയ്യും. എന്നാലും ഹജ്ജ് സഹിയാവുകയും ചെയ്യും. പിന്നെ ഇനി വേറെ കുറെ നീണ്ട പിഎമ്മുകളെ കണ്ടു പിന്നീട് വായിച്ച് ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുകയും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ ദേഷ്യത്തിന് കാരണക്കാരായ രീതിയിൽ നാം ജീവിക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും എപ്പോഴും അള്ളാഹുവിന് തൃപ്തിയായിക്കൊണ്ട് മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.